ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊരു ഈസി ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പി കണ്ടാലോ? ഫ്രൈഡ് റൈസിൻ്റെയും അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും കൂടെയൊക്കെ ബെസ്റ്റ് കോംബോ ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കണം, നോർമൽ മസാല പോലെ തന്നെ. അതിലേക്ക് പിന്നെ ഇത്രയും വെജിറ്റബിൾസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു ഹാഫ് ഒനിയൻ എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാപ്സിക്കം, ജിഞ്ചർ ഗാർലിക്ക്, പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ്റെ കുറച്ച് പോർഷനും കൂടെയാണ്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഗാർലിക്കും ജിഞ്ചറും കൂടെ ഇട്ട് നന്നായി സോട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓണിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓണിയൻസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം, അത് നന്നായിട്ടൊന്ന് സോട്ടാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ക്യാപ്സിക്കാണ്. ഒരു ഹാഫ് ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ ലേശം നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് നന്നായിട്ട് മിക്സ് ആവണം. നമുക്കൊരു കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ കെച്ചപ്പും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാം. ശേഷം നമ്മളതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പം നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ആവശ്യമായ ഒരു തിക്ക് ഗ്രേവി ആവാൻ വേണ്ടി കുറച്ച് കോൺഫ്ലോർ ഇത്തിരി വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടത് മിക്സ് ചെയ്യാം. ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഈസി റെസിപ്പിയാണ്. നമ്മൾ സ്പ്രിംഗ് ഒനിയനും കൂടെ ഇട്ട് നമ്മൾ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരു ഈസി സിമ്പിൾ റെസിപ്പിയാണ്, എന്നാൽ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ ബൈ.